ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ന്യൂ ഇയറൊക്കെ അടിച്ച് പൊളിച്ചോ? അപ്പോൾ എന്തൊക്കെയുണ്ട് ന്യൂ ഇയറായിട്ട് വിശേഷങ്ങൾ? അപ്പോൾ ഞാൻ ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഒരു സ്വീറ്റായിട്ടുള്ള നല്ലൊരു കേക്കാണ്. മുട്ട വേണ്ട, അതുപോലെ തന്നെ ബീറ്റർ വേണ്ട, പിന്നെ ഓവനും വേണ്ട, ബട്ടർ വേണ്ട, ഇതൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ന്യൂ ഇയറിന് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് ഗ്രീസ് ചെയ്യാണ്. ഒരു ബ്രഷ് കൊണ്ട് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എന്താ ഓയിലെന്ന് വെച്ചാൽ നമ്മൾ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ കേക്കിൻ്റെ ടിന്നായിട്ട് സ്റ്റീൽ പാത്രമാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം എല്ലാവരും സ്റ്റീൽ പാത്രം ഉപയോഗിക്കാമോ എന്നുള്ള ഒരു സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ സ്റ്റീൽ പാത്രം ഉപയോഗിച്ചാൽ അത്രയും നല്ലതാണ് നമ്മളുടെ ശരീരത്തിന്. അതുപോലെ തന്നെ സ്റ്റീൽ പാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ചീത്തയാകുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ അതിലേക്കൊരു ബട്ടർ പേപ്പർ എടുത്ത് വച്ചേക്കാണ്. ബട്ടർ പേപ്പർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ A4 ഷീറ്റ് പേപ്പർ ആണ് ബട്ടർ പേപ്പറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കേക്കിലും ഞാൻ ഇതുപോലെ തന്നെ ബട്ടർ പേപ്പറാണ് ചെയ്തേക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ടല്ല ചെയ്തേക്കുന്നത്. ഞാൻ കഴിഞ്ഞ കേക്കിൻ്റെ റെസിപ്പിയിൽ ഞാൻ ബട്ടർ പേപ്പർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടി ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ കാണുക. ഞാൻ സജസ്റ്റഡ് ബോക്സിൽ പ്ലം കേക്കിൻ്റെ സജസ്റ്റഡ് വീഡിയോസിൽ ഞാൻ ഇടാം പ്ലം കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ബട്ടർ പേപ്പറൊക്കെ വച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ A4 ഷീറ്റ് പേപ്പറിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തു. അതാണ് നമ്മളുടെ ബട്ടർ പേപ്പർ എന്ന് പറയുന്നത്. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് നമുക്കൊരു മിക്സിയുടെ ജാറാണ് വേണ്ടത്. അപ്പം ഞാൻ ക്ലീൻഡ് ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാറാണ്. ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ, ഒരിക്കലും വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ജാറിലേക്ക് 1/2 കപ്പോളം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത്. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യുക കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പോളം വരുന്ന പഞ്ചസാരയാണ്. ഇത് പൊടിക്കണ്ട കേട്ടോ, പൊടിക്കാത്ത പഞ്ചസാര മതി, കാരണം നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പം പൊടിഞ്ഞോളുമല്ലോ. ഇനി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട്. നമ്മളുടെ ഡാർക്ക് കൊക്കോ പൗഡറോ ലൈറ്റ് കൊക്കോ പൗഡറോ ഏതാ കൊക്കോ പൗഡർ എന്ന് വെച്ചാൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പോളം വെള്ളമാണ്. അത് ചൂടാറിയ വെള്ളമാണ് കേട്ടോ. തിളച്ച വെള്ളം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഞാനിവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ, ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സജസ്റ്റഡ് വീഡിയോസിൽ ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഇപ്പോൾ ഒരു ഐക്കാർഡ് വരും സജസ്റ്റഡ് വീഡിയോസ് എന്ന് പറഞ്ഞ് അതിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് നോക്കുക കേട്ടോ. ഞാൻ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റോളം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ബ്ലെൻഡിങ് ആവട്ടെ. അപ്പോൾ നമ്മളുടെ ഇത് ഈ ബീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തോളും. അതാണ് നമ്മൾ മിക്സി ഉപയോഗിക്കുന്നത്. അപ്പം ഒരുപാട് നന്നായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ആയിക്കോളും. അപ്പം നമ്മളുടെ 2 മിനിറ്റ് ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ വേണ്ടത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു ക്ലീൻഡ് ബൗൾ തന്നെയാണ് കേട്ടോ, തുടച്ച് വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ പോയതാണ്. അതിലേക്ക് ഞാനൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് 1 കപ്പോളം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അരിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മളുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് സോഡയുടെ ആവശ്യം ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ 2 ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് മിക്സായി അരിച്ചു കൊടുക്കുക. ഇനിയിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 പ്രാവശ്യം അരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു സ്പൂൺ കൊണ്ട്. അപ്പം മൈദയും ബേക്കിംഗ് പൗഡറും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ആ മിക്സിലേക്ക് നമുക്ക് നമ്മളുടെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള അത് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റിൻ്റെ കൊക്കോ പൗഡർ, അതാണ് ചോക്ലേറ്റിൻ്റെ മിശ്രിതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ഞാൻ എല്ലാം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഒന്ന് ഇളക്കി കൊടുത്തത്. അപ്പോൾ എനിക്ക് കുറച്ചൊരു കുറച്ച് ഇതുപോലെ തോന്നി, ബുദ്ധിമുട്ട് പോലെ തോന്നി. പക്ഷേ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നതനുസരിച്ച് നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കുക.
അപ്പോൾ ഇതാ ഞാൻ ഇത്രയും ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പം കട്ട കെട്ടരുത് കേട്ടോ, കട്ട കെട്ടാതെ വേണം ഇളക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഇളക്കി കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചിട്ട് ഇളക്കുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് അതിന് ബുദ്ധിമുട്ടായപ്പോൾ സ്പൂൺ കൊണ്ട് ഇളക്കുന്നത് ബുദ്ധിമുട്ടായപ്പോഴാണ് ഞാനൊരു വിസ്ക് എടുത്തത്. അപ്പോൾ വിസ്കും കൂടി ആകുമ്പോഴത്തേക്കും നന്നായിട്ടൊരു എന്താ പറയുക, ബീറ്റ് ചെയ്യുന്നതിൻ്റെയുള്ള ഒരു ഇത് കിട്ടും. അപ്പോൾ നമ്മൾ വിസ്ക് കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു മിശ്രിതം കണ്ടോ, കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാം മിക്സായി, കട്ടയൊന്നും കെട്ടാതെ നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക, ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല സ്മൂത്തി ആയിട്ടുള്ള നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള ഒരു കേക്ക് ബാറ്ററാണ് കണ്ടോ. ഇത് നമുക്ക് നമ്മളുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഒഴിച്ചു കൊടുത്തപ്പം എൻ്റെ വിസ്കിൽ കുറച്ചൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെയും സ്പൂണിലേക്ക് തന്നെ പോയിട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും സ്പൂൺ തന്നെ എടുത്തിട്ട് ആ പാത്രത്തിലുള്ള എല്ലാം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾക്ക് വേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പിംഗ് ആണ് മെയിനായിട്ടുള്ളത് കേട്ടോ. കാരണം ടാപ്പ് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് കളയുന്നതിന് വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യുന്നത്. ഒരു 2-3 മിനിറ്റ് എങ്കിലും എടുത്തൊന്ന് ടാപ്പ് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ. അതല്ലാന്നുണ്ടെങ്കിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് ബേക്കായി വരുമ്പം ഹോൾസ് ഉണ്ടാകും. അപ്പം ഞാൻ ടാപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഞാനൊരു ബിരിയാണി പോട്ടിൽ ഒരു സ്റ്റീൽ പാത്രം എടുത്ത് വെച്ചേക്കാണ്. ഉപ്പൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ആ സ്റ്റീൽ പാത്രത്തിലേക്ക് ഞാൻ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുത്തു. ഇനി ഒരു 30 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ ആ 30 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഒരു വലിയൊരു ഹോള് കണ്ടോ, അതെൻ്റെ ശരിക്കും ടാപ്പ് ചെയ്യാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്റ്റിക്ക് എടുത്തിട്ട്, ഒരു സ്ക്യൂർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമ്മളുടെ സ്റ്റിക്ക് ഇതുപോലെ ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് ബേക്കായി വെന്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ കറക്റ്റായിട്ടുള്ള ആ ഒരു പരുവം കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഒരു പാത്രത്തിലേക്ക് വെക്കുകയാണ്. അപ്പം എൻ്റെ കേക്കിൻ്റെ ഒരു വശം ഒന്ന് ചെറുതായിട്ട് താഴ്ന്നിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, എൻ്റെ ഗ്യാസ് തീർന്നു. ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഗ്യാസ് തീർന്നു. അപ്പം ഞാനത് ഇൻഡക്ഷനിലേക്ക് വെച്ചു. അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയതാണ് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ശരിക്കും കേക്ക് ബേക്ക് ആവുന്നതിന് മുൻപായിട്ട് നമ്മൾ തുറന്ന് നോക്കിയാൽ നമ്മളുടെ കേക്കിന് ഇതുപോലുള്ളൊരു ചെറിയ അമളി പറ്റും. പക്ഷേ എന്നാലും നമ്മളുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ ഇതൊന്ന് മുറിച്ചൊക്കെ കാണിച്ചു തരാം. നല്ല ടേസ്റ്റി എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി എന്ന് വെച്ചാൽ ചോക്ലേറ്റ് കേക്കിനേലും എന്താ പറയുക, ചോക്ലേറ്റ് കേക്കും ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല, അതിനേലും ടേസ്റ്റ് ഉണ്ട്. ബീറ്ററും മുട്ടയൊന്നും ഇല്ലാത്തതാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞിട്ട് തന്നെ വായിന്ന് വെള്ളം വരും, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സിയിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ്. ബേക്കിങ്ങിന് മാത്രം ഒരു 30 മിനിറ്റ് എടുക്കുന്നുള്ളൂ. പക്ഷേ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിന് വെറും 10 മിനിറ്റ് എടുക്കുന്നുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് മിക്സിയുടെ ജാറിൽ കറക്കി ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ പറയണം. ടേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും പറയണം, ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതും പറയണം. അപ്പം എന്താ പറയുക, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള നല്ലൊരു കേക്കാണ് കണ്ടോ. ഇത് ശരിക്കും മുട്ടയൊന്നുമില്ല എന്നൊന്നും ആരും പറയില്ല, അതിനേലും ടേസ്റ്റിയാണ്. അപ്പം പിന്നെ എന്താ പറയുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്താ പറയുക, ഞാൻ പിന്നെയും പറയാൻ, ട്രൈ ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് നഷ്ടം വരും. ശരിക്കും ടേസ്റ്റി എന്ന് വെച്ചാൽ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റുള്ള നല്ല സൂപ്പർ കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ പറയുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ടേക്ക് കെയർ.